തലശ്ശേരിക്കാരനാണ്. ഇന്നെൻ്റെ യാത്ര നമ്മൾ അതായത് പുന്നാട്, അതായത് ഇരിട്ടി പുന്നാടിലേക്കാണ്. 90 സെന്റ് സ്ഥലമാണ് വിൽപ്പനയൊക്കെ വന്നിട്ടുള്ളത്. ഒരു സെന്റിന് ചോദിക്കുന്നതാണെങ്കിൽ 35,000 രൂപയാണ്. അതായത് ഇനിയുള്ള കാലഘട്ടത്തിൽ ഒരു കൃഷി തുടങ്ങുക അല്ലെങ്കിൽ ഒരു ഫാം തുടങ്ങുക, ഇതൊക്കെയാണ് ഇനിയുള്ള ഒരു കാലഘട്ടം മുന്നോട്ടേക്ക് പോകുന്നത്. കാരണം സ്വന്തമായ ഒരു ബിസിനസ് ഇല്ലാതെ ആർക്കും മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്തൊരു കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കൃഷിയിലും ഫോക്കസ് ചെയ്യുന്നവർക്കൊക്കെ ഉപകാരപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അതായത് 35,000 രൂപക്ക് നമുക്ക് ഈ കണ്ണൂർ ജില്ലയിൽ കുഴപ്പമില്ലാത്തൊരു ഏരിയയിൽ ഒരു 35,000 ഒരു പ്ലോട്ട് കിട്ടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. നമുക്ക് ആ പ്ലോട്ട് നേരിട്ട് കാണാം, എന്നിട്ട് നമുക്ക് അതിനെപ്പറ്റി വിലയിരുത്താം. പുന്നാടൊക്കെ ഇങ്ങനെ പോവാ? പുന്നാട് പുന്നാടാണല്ലേ. അത് പുന്നാട് നമ്മളിപ്പോൾ ഈ ഉളിയിൽ ടൗൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ടൗൺ വലിയൊരു ടൗൺ വരുന്നത് ഉളിയിലാണ്. ഈ ഉളിയിൽ ടൗൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുന്നാട് ടൗൺ എന്നാണ് ആൾ പറഞ്ഞത്. ചോദിച്ചു പോകുന്നതിൻ്റെ സുഖം വേറെ മനസ്സിലാ. ആൾക്കാരോട് ചോദിച്ചു പോകുന്നതിനാണ് ഒരു സുഖം. പണ്ട് നമ്മൾ ഈ ടൂറ് പോകുമ്പോൾ നമ്മൾ ചോദിക്കും ആൾക്കാരോട്, കാരണം മൈസൂരായിരിക്കും പോകേണ്ടി വരിക. നമുക്കറിയാം ഈ റൂട്ട് പറയായിരിക്കും. എന്നാലും നമ്മൾ എന്തൊക്കെ ഒരു ഇരിട്ടിയിലെത്തുമ്പോൾ മട്ടന്നൂരിലെത്തുമ്പോൾ ഏട്ടാ ഈ മൈസൂരേക്കുള്ള റൂട്ട് എവിടെയാ ചോദിക്കും. അല്ലെങ്കിൽ മൈസൂരേക്ക് ഇനി എത്ര കിലോമീറ്റർ ഉണ്ട്, അതിന് ചോദിച്ചു പോകാൻ വേണ്ടി നല്ല രസമാണ്. ഇക്ക പുന്നാടൊക്കെ എങ്ങനെ കൊണ്ട് നേരഞ്ഞ നമ്മളിപ്പോൾ കറക്റ്റ് പുന്നാട് ടൗണിൽ എത്തിയിട്ടുണ്ട്. ഈ പുന്നാട് ടൗണിൽ നിന്ന് മീത്തല പുന്നാട് റോഡിലേക്ക് 3.5 കിലോമീറ്റർ 3.3 കിലോമീറ്ററാണ് കാണിക്കുന്നത്. ഏകദേശം 3.5 കിലോമീറ്ററിൻ്റെ അടുത്ത്. നമുക്കൊന്ന് ആ റൂട്ടിലേക്ക് കയറി വെക്കാം. ഇതാണ് പുന്നാട് ടൗണ്. ഈ പുന്നാട് ടൗണിൽ നിന്ന് റൈറ്റിലേക്ക് മീത്തല പുന്നാട് റോഡ് എന്നാണ് ഈ റോഡിന് പറയാം. കാക്കയങ്ങാടെല്ലാം പോകുന്ന റോഡാണിത്. 3 കിലോമീറ്റർ വരുമ്പം ലെഫ്റ്റിലേക്ക് റോഡ് കാണാം. അതിലേക്ക് ഒരു 400 മീറ്ററാണ് കാണിക്കുന്നത്. അതായത് മീത്തല പുന്നൂർ PO പുന്നാട് പെരുന്തടിക്കാട് മീറ്റർ നമ്മൾ ഈ ഒരു മെയിൻ റോഡിൽ നിന്ന് ഈ പുന്നാട് മീത്തല പുന്നാട് റോഡിൽ നിന്ന് ഒരു ഏകദേശം ഒരു 400 മീറ്റർ വരുന്നത് കോൺക്രീറ്റ് റോഡാണ്. റൈറ്റ് സൈഡിലൊരു വയലും പ്രദേശമാണ്. ഫാം ഹൗസെല്ലാം പോലെ അല്ലേ, ഫാം ഹൗസെല്ലാം സെറ്റാക്കുന്ന ഒരു ഊട്ടും മനസ്സിലായ. അങ്ങനെ നമ്മൾ മീത്തല പുന്നാട് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് 93 സെൻറ്റാണ് മൊത്തം. അതിൽ 70 സെൻറ്റ് സ്ഥലവും വയലുമാണ്, 23 സെൻറ്റ് സ്ഥലം കരപ്പറമ്പുമാണ്. നിലവിൽ അത്യാവശ്യം ആദായം കിട്ടുന്ന ഒരു പറമ്പ് തന്നെയാണ്. അത്യാവശ്യം തെങ്ങുകളുണ്ട്, 10, 60, 40 തെങ്ങുകളുണ്ട്. അതേപോലെ 1000-നടുത്ത് കവുങ്ങും ഉണ്ടാവും. അതുപോലെ പ്ലാവ്, കുരുമുളക്, അങ്ങനെ പലതും. അതായത് 90 സെൻറ്റിൽ ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് തന്നെ കവുങ്ങ് തന്നെയാണ് മെയിൻ കൃഷി. പിന്നെ ഇവർ മെയിൻ്റനൻസും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ഈ ഒരു പ്ലോട്ട് ഇവർ വന്ന് നോക്കലോ കാര്യങ്ങളൊന്നും ഇല്ല. ഇവർ ലോങ്ങാണ്, വന്ന് നോക്കാനും പിടിക്കാനൊന്നും പറ്റാത്തത് കൊണ്ടാണ്. ഇതിപ്പോൾ ഒരാൾ ഒരു വീട് ഇവിടെ ഒരു 20-23 സെൻറ്റ് സ്ഥലം ഒരു വീടെടുക്കാനുള്ള കരപ്പറമ്പായിട്ട് തന്നെ ഉണ്ട്. ആ ഒരു കരപ്പറമ്പിൽ നിങ്ങളൊരു വീടെടുത്ത് ഇവിടെ ഒരു കൃഷിയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, ഒരു ഫാം ഹൗസൊക്കെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ്. എന്തെങ്കിലും കൃഷിയായിട്ടോ ഫാമിംഗ് ഒക്കെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അന്നേരം വലിയ ദൂരമൊന്നുമില്ല. മെയിൻ ഹൈവേന്ന് വരെ ഏകദേശം 3-3.5 കിലോമീറ്ററേ ഉള്ളൂ. പ്ലോട്ട് വരെ നല്ല രീതിയിൽ വഴിയും വരുന്നുണ്ട്.
അതായത് ഒരു സെൻറ്റിന് ചോദിക്കുന്ന വില 35,000 രൂപയേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കേണ്ടത് ഒരു കുന്നും മലയും കാര്യങ്ങളാണ്, നിരപ്പായിട്ടുള്ള സ്ഥലമാണ്. ഏകദേശം 10-600ഓളം കവുങ്ങുകളുണ്ട്, അതുപോലെ തന്നെ 10-40ഓളം തെങ്ങുകളും ഉണ്ട്. കുരുമുളക് കൃഷിയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതൊന്ന് മെയിൻ്റനൻസും കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ ചെറിയ രീതിയിൽ വരുമാനവും കാര്യങ്ങളും കിട്ടും. അതുപോലെ ഒരു 20 സെൻറ്റോളം നിങ്ങൾക്കൊരു വീട് നിർമ്മിക്കാൻ അനുയോജ്യമായ രീതിയിൽ തന്നെ കരപ്പറമ്പായിട്ടുമുണ്ട്. 73 സെൻറ്റാണ് നമ്മുടെ വയൽ പ്രദേശമായിട്ട് വരുന്നത്. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. കൂടുതൽ വിവരങ്ങളായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോ. നല്ലൊരു ഡീൽ.